ഇത് ചാക്കാണ്, ഒരു ചാക്കാണ് കണ്ടോ. ഈ ചാക്കിലേക്ക് ഞാൻ ആദ്യം കരിയിലയാണ് നിറച്ചത്. അത് കഴിഞ്ഞിട്ട് ചപ്പ് ചവറുകളെല്ലാം കൂടെ നിറച്ചതിന് ശേഷമാണ് ഇത് കരിയിലയാണ് കിടക്കുന്നത്. കണ്ട മണ്ണ് കണ്ട, നല്ല ഉര മണ്ണാണ്. ചപ്പ് ചവർ കണ്ട മണ്ണുണ്ട, നല്ല ഉരമുള്ള മണ്ണാണ്. ഈ മണ്ണിൽ തന്നെ ഞാൻ ഈ ഒരു കൂവക്കിഴങ്ങ് കൃഷി ചെയ്തിരിക്കുകയാണ്. കൂവയിൽ വേറെ തൈകളൊക്കെ വന്നിരിക്കുകയാണ്. വെള്ളക്കൂവയാണ്, അത് നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. ഈ ചാക്കിൽ എത്രത്തോളം കിഴങ്ങ് വരും. നമ്മളെ വീട്ടിൽ തറയിലാണ് സാധാരണ കൃഷി ചെയ്തിരിക്കുന്നത്. നല്ല വളം ഇട്ടുകൊണ്ടുണ്ട്. മണ്ണൊക്കെ ഉണ്ട്, നല്ല മണ്ണുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് കരിയില വാരിയിട്ടിരിക്കുകയാണ് വെയിലായതുകൊണ്ട്. ഇത് ചാക്കിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൂവക്കിഴങ്ങ് ഞങ്ങൾ ഇതുവരെയും ചാക്കിൽ കൃഷി ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ചാക്കിൽ നട്ടു വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട്. വേറെ തൈയും അതിൻ്റെ അടുത്തുനിന്ന് കണ്ടായത് വേറെ കുഞ്ഞു തൈ വന്നതാണ്. ഇതിന് 5-6 ദിവസം കഴിയുമ്പോൾ നിറയുമായിരിക്കും. പൊങ്ങി നിൽക്കുകയാണ് നല്ല പൊക്കത്തിൽ. ആദ്യം നട്ടത് ഒരു ചെറിയൊരു കിഴങ്ങിൻ്റെ തണ്ടായിരുന്നു. അത് വളർന്നാണ് ഇത്രയും വലുതായത്. അതിൻ്റെ അടുത്ത് തൈയും വന്നിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് സ്ഥലമുള്ളവർക്കായാലും ഇങ്ങനെ വെള്ളക്കൂവ ഇതേപോലെ ചാക്കിലൊക്കെ നടാൻ സാധിക്കും. വെള്ളക്കൂവയെന്ന് പറയുന്നത് നല്ലതാണ്. കൊച്ചു പിള്ളേർക്കായാലും നമുക്കായാലും ഇതിൽ ധാരാളം നാര് അടങ്ങിയിട്ടുണ്ട്. അടങ്ങിയിരിക്കുന്ന ഒരു ആഹാരമാണിത്. ഇത് നമുക്ക് നല്ല രീതിയിൽ ദഹനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളക്കൂവ ഇതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, ശകല സ്ഥലം മതി. ചാക്കിലായാലും തറയിലായാലും നമുക്ക് നടാം. നിങ്ങളെല്ലാവരും വെള്ളക്കൂവയുടെ ഒരു കിലോ കിഴങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന തണ്ടുകളെടുത്ത് നട്ടാൽ മതി. നമുക്ക് സുഖമായിട്ട് അത് ഏതെങ്കിലും ചാക്കിലോ തറയിലോ നട്ട് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനുള്ള കിഴങ്ങ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് വെള്ളക്കൂവയെന്ന് പറഞ്ഞാൽ. ചെടി കണ്ടിട്ടില്ലാത്തവരും കാണും. ഇതാണ് വെള്ളക്കൂവയെന്ന് പറയുന്നതിൻ്റെ ചെടി. ഇങ്ങനെയാണ് നിൽക്കുന്നത്. കിഴങ്ങ് വെള്ളക്കിഴങ്ങായിരിക്കും. ഇപ്പോഴെല്ലാവരും കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ള ഇതൊക്കെ നമ്മൾ വളം ഇടാതെ നടുന്ന സാധനമാണ്. ഇത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ വളം ഇടുന്നതായിരിക്കും. അവർ വളം ഇട്ടാണ് നടുന്നത്. വളരെയധികം പെട്ടെന്ന് തഴച്ച് വളരാൻ വേണ്ടി നമ്മൾ വളമൊന്നും ഇടാതെ നമ്മളെ വീട്ടിലുള്ള ചാരമോ അടുക്കള മാലിന്യമോ ചാണകപ്പൊടിയോ അങ്ങനെ ഇട്ട് വളർത്തുന്നത് പെട്ടെന്ന് തഴച്ച് വളരില്ല. എങ്കിലും അതിൽ നിന്ന് നമുക്ക് നല്ല സാധനം നമുക്ക് കിട്ടും. വിഷമില്ലാത്ത കിഴങ്ങ് നമുക്ക് കിട്ടും. നമുക്കെല്ലാവർക്കും അതിൻ്റെ മൂട് കണ്ട, മൂട് ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കരിയില ഇട്ടിരിക്കുന്നത്. അത് മഴ പെയ്യുമ്പോൾ മൂട് കണ്ട, മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഈ കരിയിലയെല്ലാം വളമായിട്ട് മാറും. പെട്ടെന്നാണ് വളർന്ന് ഇത്രയും പൊക്കമായത്. ഇത്ര പെട്ടെന്ന് വളർന്ന്. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരുന്നതനുസരിച്ച് നമുക്കും വളരെയധികം സന്തോഷമാണ് ലഭിക്കുന്നത്.